യെസ്, ഡാനിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കിപ്പോൾ ഉണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, രമേശ് ചെന്നിത്തല ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഇന്നലെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടത്തരുത്, അത് അനൗചിതമാണ്, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് തനിക്ക് പറയാൻ കഴിയുന്ന ആ പരിമിതിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ നിന്നും പിന്തുണയുമില്ല, തനിക്ക് അവഗണനയുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി വരുന്നൊരു കാര്യം കൂടി, 2011 താൻ കൂടി മുഖ്യമന്ത്രിയായിരുന്നു, തനിക്ക് കൂടി അവകാശപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം, അത്തരമൊരു ധാരണയുണ്ടായിരുന്നു, അത് ഉമ്മൻചാണ്ടിയുമായുള്ള ധാരണയാണെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ അന്ന് 2011 ഈ താക്കോൽ സ്ഥാന വിവാദമൊക്കെ ഉണ്ടാവുന്നത്, അന്ന് അങ്ങനെ ഒരു ധാരണയുള്ളതായി താങ്കൾ കേട്ടിട്ടുണ്ടോ? അന്ന് വിലാസ് റാവു ദേശ്മുഖ് മുൻകൈയെടുത്ത് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി. ധാരണയുടെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് പുറത്തറിയില്ല. 2.5 കൊല്ലം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി മാറാവുന്നു, 3 കൊല്ലം കഴിയുമ്പോൾ മാറാവുന്നു ആണോ എന്നറിയില്ല. ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പ് ആദ്യഘട്ടത്തിൽ കൊടുക്കാമെന്നായിരുന്നു. ഏതായാലും സുപ്രധാനമായൊരു പദവി രമേശിന് കൊടുക്കാം എന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം മത്സരിച്ചത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് മത്സരത്തിന് പ്രസിഡന്റ് പോകാൻ പാടില്ല എന്നുള്ളത്. രാജ്യസഭയിലേക്കാണ് അക്കോമഡേറ്റ് ചെയ്യുക. അപ്പൊ രമേശ് രാജ്യസഭയ്ക്ക് പോകാഞ്ഞതും അതിന് തൊട്ടു മുമ്പത്തെ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാഞ്ഞതും അദ്ദേഹം നിയമസഭയ്ക്ക് മത്സരിക്കും, പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരും എന്ന ഒരു ധാരണ നേരത്തെ ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല വിലാസ് റാവു ദേശ്മുഖിന്റെ ദൗത്യവും നമുക്കറിയാവുന്നതാണ്. അതുകൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വികാര നിർഭരമായ ഒരു പ്രസംഗം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. താക്കോൽ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാവും എന്നത്. അപ്പൊ അതിന്റെ അന്തർധാര ഈ പറഞ്ഞ കാര്യമാണ്. അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. അതിൽ ഇദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ആഭ്യന്തര വകുപ്പ് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതുകൊണ്ട് രമേശ് മന്ത്രിസഭയിൽ ചേർന്നില്ല ആദ്യഘട്ടത്തിൽ. പക്ഷെ അതിനേക്കാളും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു കൊല്ലത്തിനകത്ത് തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവാണ് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി തന്നെ വെക്കേണ്ടതാണ് എന്ന് പറയുകയും പിന്നീട് വഞ്ചനാപരമായ രീതിയിൽ തിരുവഞ്ചൂരിനെ ആഭ്യന്തരമന്ത്രി ആക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് രമേശ് ഇടഞ്ഞതും ഇവർ തമ്മിലുള്ള ബന്ധം മോശമായതും പിന്നെ രമേശ് വലിയ യാത്ര നടത്തിയതും ഒക്കെ നമുക്കറിയാം. അതൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഈ ധാരണ ഇപ്പം രമേശിന്റെ ഈ അഭിമുഖത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരും ഇതുവരെ അറിയാത്ത ഒരു കാര്യമുണ്ട്, അതൊരു രഹസ്യമാണ്, അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നതാണ്. അപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യമല്ലേ? ആ ചോദ്യം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് ആ രീതിയിൽ നിഷേധിക്കാനും പറ്റില്ല, തുറന്നു പറയാനും പറ്റില്ല. കാരണം പാർട്ടിക്കകത്ത് ഇങ്ങനെ പല ധാരണകളും ഉണ്ടാവും, പല ധാരണകളും തെറ്റിക്കുകയും ചെയ്യും. പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിർത്തി മത്സരിക്കുന്ന ആളായിരിക്കില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആവാൻ. ഏറ്റവും നല്ല ഉദാഹരണം ഉത്തരാഖണ്ഡിൽ അവിടെ ബിപിൻ റാവത്തിനെ മുൻനിർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയ് ബഹുഗുണ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അതിന്റെ ഫലം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുഗുണ BJP-യിലേക്ക് പോയി. അദ്ദേഹം ഇപ്പോൾ BJP-യുടെ സമുന്നത നേതാവായിട്ടിരിക്കുന്നു. റാവത്ത് ഇപ്പോഴും പാർട്ടിയിൽ തന്നെയുണ്ട്, പക്ഷെ ഫലമില്ല. കുറച്ചാൾ മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റി, പക്ഷെ അത്രേ പറ്റുള്ളൂ. മാത്രമല്ല അത് പിന്നെ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണ് അതിലെ പ്രശ്നങ്ങൾ. കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും ഇങ്ങനെ പല സമയത്തും പല ധാരണകളും ഉണ്ടാകും. ഉണ്ടാക്കിയ ധാരണ അതിലെ മറ്റു ഗുണങ്ങളെ മുമ്പ് തെറ്റിക്കുകയും ചെയ്യും. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഘട്ടത്തിൽ ഇത് പറയേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയാം മുഖ്യമന്ത്രി ആരാവണം എന്ന ചർച്ച ഉണ്ടാവുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്, കാരണം കോൺഗ്രസ്സിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ആരാ എന്നൊരു ചർച്ച ഉയരാറില്ല. പക്ഷേ ഇത്തവണ ബോധപൂർവമായി VD സതീശന് പ്രാമുഖ്യം നൽകിയ ഒരു ചർച്ച നടക്കുമ്പോൾ എങ്കിൽ ഞാനും കൂടി ഇപ്പോൾ ചർച്ച നടത്തിയേക്കാം എന്നൊരു തോന്നലാണോ ഈ രമേശിൻ്റെ നീക്കത്തിന് പിന്നിൽ? രമേശ് ചെന്നിത്തല ലക്ഷ്യമിടുന്ന ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരായ പോരാട്ട പ്രഖ്യാപനങ്ങൾ നീക്കങ്ങളുമൊക്കെ ഫലം കാണുമോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമോ? അതിനുള്ള രാഷ്ട്രീയം കാണാൻ കഴിയുമോ? അത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി ആരാവണമെന്നുള്ള ചർച്ച ഇപ്പൊ തുടങ്ങാറായിട്ടില്ല. കാരണം UDF-ന്റെ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിലല്ലേ മുഖ്യമന്ത്രിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭയിലേക്കുള്ളൂ. കഴിഞ്ഞ തവണ നമ്മളിത് കണ്ടാണല്ലോ, 19 സീറ്റിൽ UDF ജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ വിപരീതമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായി. 99 സീറ്റിൽ LDF ജയിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ ഒരു കാരണം അമിതമായ ആത്മവിശ്വാസമായിരുന്നു, പിന്നെ സംഘടനാപരമായ ദൗർബല്യം ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ട്രെൻഡ് നിയമസഭയായപ്പോഴേക്കും മാറി.
മാത്രമല്ല കോവിഡ് പോലെ ഒരു അപകടകരമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ശക്തമായ ഒരു ഭരണം ഉണ്ടാകണം, ഉത്തരവാദിത്തമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ഇതുമാതിരി കാര്യങ്ങളിലൊക്കെ ജാതി മത അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കും. പിന്നെ ഗ്രൂപ്പ് യുദ്ധം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു മുന്നണിയും സർക്കാരും അല്ല വേണ്ടത് എന്നൊരു തോന്നൽ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായി. അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിന് അന്യത വോട്ട് ചെയ്യുമായിരുന്ന ഒരു വിഭാഗം ആളുകൾ LDF വോട്ട് ചെയ്തു. ഉറച്ച സർക്കാർ ഉണ്ടാകട്ടെ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കാര്യം കൂടി. ഈ നമുക്കറിയാം രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴത്തെ കോൺഗ്രസിലെ പൊസിഷൻ, അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട കീ റോളൊന്നുമില്ല ഇപ്പോൾ കോൺഗ്രസിൽ. അദ്ദേഹം ഇപ്പോൾ ഒരു ഹരിപ്പാട് എന്നുള്ള ഒരു MLA മാത്രമാണ്. അദ്ദേഹം മറ്റു വിഷയങ്ങളിലിരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രി, ഇതാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനും യോഗ്യൻ എന്നൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഒരു പൊളിറ്റിക്സിൻ്റെ വിജയം, പ്രത്യേകിച്ച് അദ്ദേഹം പരാമർശിക്കുന്ന തരത്തിലുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഈ ഒരു പൊസിഷനിൽ നിന്ന് പോലും നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ കൂടി എന്നെ കാണേണ്ടതില്ലേ? അല്ല, രമേശ് ചെന്നിത്തല വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, അതിലാർക്കും സംശയമുണ്ട്. അദ്ദേഹം നന്നേ ചെറുപ്രായത്തിൽ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് നിയമസഭാംഗമായ ആളാണ്. അന്നോട്ട് ഇന്ന് വരെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ, NSUവിന്റെ, AICCയുടെ ഒക്കെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ആർക്കും എഴുതി തള്ളാനൊന്നും പറ്റുകയില്ല. ശക്തമായിട്ട് രംഗത്തുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിലൂടെ എപ്പോഴും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരിലുള്ള ഒരാളാണ്. മറ്റൊരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അങ്ങനെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ രമേശിന്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന്റെ പ്രവർത്തക പരിചയം ആർക്കും അത് കുറച്ച് കാണാൻ പറ്റുകയില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചു. ഡാൻ, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൽ പരസ്യ